ഹായ്, USS മോഡൽ ടെസ്റ്റ് 47ന്റെ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ത്? നീളം 4 മീറ്റർ, വീതി 50 സെന്റിമീറ്റർ. ഇവിടെ നീളം മീറ്ററിലും വീതി സെന്റിമീറ്ററിലുമാണ് തന്നിട്ടുള്ളത്. ആദ്യം നീളം 4 മീറ്റർ എന്നുള്ളത് 400 സെന്റിമീറ്റർ എന്നാക്കണം. വീതി 50 സെന്റിമീറ്റർ. നീളം ഈസ്റ്റു വീതി സമം 400:50. 400നെ 50 കൊണ്ട് ഹരിച്ചാൽ 8/1 എന്ന് കിട്ടും. അപ്പോൾ അംശബന്ധം A 8:1. 6100A എന്ന അഞ്ചക്ക വർഗസംഖ്യ ആയാൽ എയുടെ വില എത്ര? വർഗസംഖ്യകളുടെ പ്രത്യേകതകൾ നാം പഠിച്ചിട്ടുണ്ട്. അവയുടെ അവസാനത്തെ അക്കം 0, 1, 4, 5, 6, 9 ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതായത് 2, 3, 7, 8 എന്നിവ അവസാനത്തെ അക്കം വന്നാൽ ആ സംഖ്യകൾ വർഗസംഖ്യ അല്ല. അക്കത്തുക 1, 4, 7, 9 ആയിരിക്കും. അക്കത്തുക മറ്റേതെങ്കിലും വന്നാൽ ആ സംഖ്യയും വർഗസംഖ്യ അല്ല. ഇവിടെ ഒന്നാമത്തെ ഉത്തരമായി കൊടുത്തിട്ടുള്ളത്, ഒന്നാമത്തെ ഓപ്ഷനായി കൊടുത്തിട്ടുള്ളത് A സമം 6 എന്നാണ്. എയുടെ വില 6 ആണെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഒറ്റയുടെ സ്ഥാനത്ത് 6 വന്നാൽ ആ വർഗസംഖ്യയിൽ 10ന്റെ സ്ഥാനത്ത് ഒരു ഒറ്റ സംഖ്യയായിരിക്കും വരുന്നത്. ഇവിടെ നോക്കൂ, 16 1 പത്തുകളുടെ സ്ഥാനത്ത്. ഇവിടെ 36ലും 3 പത്തുകളുടെ സ്ഥാനത്ത് ഒറ്റ സംഖ്യ. അതുപോലെ 9, 5, 7 എന്നൊക്കെയാണ് പത്തുകളുടെ സ്ഥാനത്തെ സംഖ്യ വരുന്നത്. ഇവിടെ പത്തുകളുടെ സ്ഥാനത്ത് 0 ആയതുകൊണ്ട് 6 എന്നുള്ള ഉത്തരം പരിഗണിക്കേണ്ടതില്ല. അടുത്തത് 9 അവസാനത്തെ അക്കം 9 ഒക്കെയാണ്. പിന്നെ അക്കത്തുക 9 1 10, 10 6 16. 16ന് 1 6 7. അവിടെയും ശരിയാണ്. അത് കാരണം 9 ആവാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടി അല്ല എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് പറയാലോ 9 ഉത്തരം എന്നുള്ളത്. അപ്പോൾ നോക്കാം, 4 വരുമോ? ഇവിടെ 4 വന്നതെങ്കിൽ അവസാനത്തെ അക്കം 4 വരാം. പക്ഷെ അക്കത്തുകയോ 4 1 5 6 11. 11ന് അക്കത്തുക 2. അത് കാരണം ഈ 2 ഈ ലിസ്റ്റിലില്ല. അത് കാരണം ഈ 4 അല്ല എയുടെ വില. ഇനി 0 ആണെങ്കിലോ? ഇവിടെ എയുടെ സ്ഥാനത്ത് 0 ആണെങ്കിൽ അവസാനം 3 പൂജ്യങ്ങളാണ് ഇവിടെ വരിക. ഒരു വർഗസംഖ്യ ആവണമെങ്കിൽ അവസാനത്തെ അക്കങ്ങളായി വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇവിടെ 3 പൂജ്യമാണ് വരുന്നത്. അത് കാരണം ഈ സംഖ്യ എന്തായിരിക്കില്ല? A സമം 0 ആവില്ല. അപ്പൊ പിന്നെ ഏതാ നമുക്ക് കിട്ടിയത്? ആവാൻ സാധ്യതയുള്ളത് ഏതാണ്? 9 മാത്രം. അപ്പൊ നമുക്ക് എഴുതാം ഉത്തരം 9. താഴെ കൊടുത്ത പാറ്റേണിൽ ഉൾപ്പെടാത്ത സംഖ്യ ഏത്? ഇത്തരം ചോദ്യങ്ങളിൽ അടുത്തടുത്ത സംഖ്യകളുടെ വ്യത്യാസം കണ്ടെത്തണം. 33 കുറയ്ക്കണം 29 സമം 4. അടുത്ത സംഖ്യ 41 മൈനസ് 33 സമം 8 എന്നിങ്ങനെ കണ്ടെത്തിയാൽ ഈ ആദ്യത്തെ 4 സംഖ്യകളിൽ തന്നെ ഒരു പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. എന്താണ് ആ പാറ്റേൺ? 2 സ്ക്വയർ സമം 4, 2 കൃതി 3 സമം 8, 3 സ്ക്വയർ സമം 9, 3 കൃതി 3 സമം 27 എന്നിങ്ങനെ ഒരു പാറ്റേൺ കണ്ടെത്തി. ഇനി ആ പാറ്റേൺ തുടർന്നാൽ ഇവിടെ എല്ലാം ഉത്തരം 157. ഇവിടെയൊക്കെ ശരിയാണ്. പക്ഷെ ശരിയല്ലാത്തത് ഏതാണ്? 93 ശരിയായ ഉത്തരം വരേണ്ടത്. പക്ഷെ ഇവിടെ 98 പാറ്റേണിൽ വന്നിട്ടുള്ളത്. അത് കാരണം ഈ പാറ്റേണിൽ ഉൾപ്പെടാത്ത സംഖ്യ 98. B 98.
നാലാമത്തെ 3 ഗുണിക്കണം 4 സമം 144, 5 ഗുണിക്കണം 3 സമം 225 ആയാൽ 5 ഗുണിക്കണം 8 സമം എത്ര? 12. 3 ഗുണിക്കണം 4 12. 12 സ്ക്വയർ സമം 144. 15 സ്ക്വയർ സമം 225. 40 സ്ക്വയർ സമം 1600. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ 7 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ആയാൽ മൂന്നാമത്തെ വശം എത്ര? ഒരു ത്രികോണത്തിന്റെ ഏത് രണ്ട് വശങ്ങളുടെയും നീളങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെ ഏതാ വരുന്നത്? 7 കൂട്ടണം 9 സമം 16. മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതൽ ആയതിനാൽ ഉത്തരം സി 9 സെന്റിമീറ്റർ. 12 ആളുകൾ 12 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 8 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകളെ കൂടുതൽ നിയമിക്കണം? ആദ്യം 12 ആളുകൾക്ക് ജോലി തീർക്കാൻ വേണ്ട ദിവസം 12 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരു ദിവസത്തിൽ ജോലി തീർക്കാൻ വേണ്ട ആളുകളുടെ എണ്ണം കണക്കാക്കണം. എത്രയാ? 12 ഗുണിക്കണം 12. അപ്പോൾ 8 ദിവസത്തിൽ ജോലി തീർക്കാൻ വേണ്ട ആളുകളോ? 12 ഗുണിക്കണം 12 ബൈ 8. അത് 3 4 12, 3 4 12, 2 4 8. ഇനി 2 കൊണ്ട് ഹരിക്കുക. 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? 3 ഗുണിക്കണം 6 സമം 18. പക്ഷേ നമ്മുടെ ചോദ്യം എത്ര ആളുകളെ കൂടുതൽ നിയമിക്കണം എന്നാണ് ചോദ്യം. 12 ആളുണ്ട്, ഇനി എത്ര ആളെ നിയമിക്കണം എന്ന്. എത്ര ആളെ വേണം 18 ആവാൻ? 6 ആളുകളെ കൂടുതൽ നിയമിക്കണം. താഴെ കൊടുത്ത പാറ്റേണിൽ ഉൾപ്പെടാത്ത സംഖ്യ ഏത്? പാറ്റേൺ ചോദ്യങ്ങൾ വന്നാൽ അടുത്തടുത്ത സംഖ്യകളുടെ വ്യത്യാസം ആദ്യം കണ്ടെത്തുക. 14 കുറയ്ക്കണം 11 സമം 3. 3 സമം 2 സ്ക്വയർ മൈനസ് 1. 22 കുറയ്ക്കണം 14 8 സമം 3 സ്ക്വയർ മൈനസ് 1. അടുത്തത് 4 സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 5 സ്ക്വയർ മൈനസ് 1. 25 മൈനസ് 1 24. പക്ഷെ ഇവിടെ 24 അല്ല കൂട്ടി കിട്ടിയിട്ടുള്ളത്, അതാണ് വ്യത്യാസമുള്ള സംഖ്യ. അപ്പോൾ ഏതാണ് ഉത്തരം? 61 പകരം 68 ആണ് എഴുതിയിട്ടുള്ളത്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി 68. 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? എണ്ണം 50. തുക 50 സ്ക്വയർ സമം 2500. 1000ത്തിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? എത്രയാണ്? 1000നെ ഘടകങ്ങളാക്കിയാൽ ഘടകക്രിയയായിട്ട് ചെയ്യാം. അതിനേക്കാൾ എളുപ്പം ഇതല്ലേ, ഈ രീതിയല്ലേ. 1000 എന്നാൽ 10 ഗുണിക്കണം 10 ഗുണിക്കണം 10. അതിനെ 10നെ 2 ഗുണിക്കണം 5 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതിയാൽ അതിൻ്റെ കൃത്യംഗങ്ങൾ ഏതൊക്കെയാ വരുന്നത്? 3ഉം 3ഉം. 2ന്റെ കൃത്യംഗം 3, 5ന്റെ കൃത്യംഗം 3. ഇനി ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഒരു പ്രൊജക്റ്റിലൂടെ പഠിക്കുന്നുണ്ട്. ഈ കൃത്യംഗങ്ങളോട് ഓരോന്ന് കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിച്ചാൽ ഘടകങ്ങളുടെ എണ്ണം ആയി എന്നത് ഒരു പ്രൊജക്റ്റിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ 3 1 4, 3 1 4, 4 ഗുണിക്കണം 4 സമം 16. അപ്പോൾ 1000ത്തിന്റെ ഘടകങ്ങളുടെ എണ്ണം 16. പൂർണ്ണവർഗ സംഖ്യ ഏത്? നേരത്തെ കണ്ടു എന്തൊക്കെയാണ് പൂർണ്ണവർഗ സംഖ്യകളുടെ പ്രത്യേകതകൾ എന്ന് കണ്ടു. പൂർണ്ണവർഗ സംഖ്യയായാൽ അവസാനത്തെ അക്കം ഏതൊക്കെ വരും, അക്കത്തുക ഏതൊക്കെ വരും എന്നെല്ലാം നാം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒന്നാമത്തേതില് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം 2 ആണ് വരുന്നത്. 2 ഈ ലിസ്റ്റിൽ ഇല്ല. അത് കാരണം ഈ സംഖ്യ അല്ല പൂർണ്ണവർഗ സംഖ്യ. രണ്ടാമത്തേത് അക്കത്തുക കൂട്ടിയാൽ 17 എന്ന് കിട്ടും, അതായത് 8. 1 7 8. 8 ഈ അക്കത്തുകയുടെ ഈ ലിസ്റ്റിൽ ഇല്ല. അത് കാരണം
ഇതും അല്ല നമ്മുടെ ഉത്തരം. പിന്നെ അടുത്ത ഉത്തരോ അക്കത്തുക 5 ആണ്. അക്കത്തുക 5 ലിസ്റ്റിലില്ല. അത് കാരണം ഓപ്ഷൻ സി അല്ല വർഗം. അപ്പൊ പിന്നെ ബാക്കി ഒന്നേ ഉള്ളൂ, ഡി. ഓപ്ഷൻ ഡിയില് അവസാനത്തെ രണ്ടക്കം 25 എന്ന് വരുന്നുണ്ട്. അത് ശരിയായി. പിന്നെ വരുന്നത് അക്കത്തുക 1 എന്ന് കിട്ടും. അക്കത്തുക 1 ദാ ഈ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഏതാവാനാണ് സാധ്യത? ഡി. ഉത്തരം ഡി, 4,69,225. ഓക്കെ, താങ്ക് യു.